മച്ചാമാരെ ഒരു അടിപൊളി പൊളപ്പൻ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി അപ്ഡേറ്റ് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് UK-ലേക്ക് 2 വർഷത്തെ വർക്ക് പെർമിറ്റ്, എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പോ മറ്റൊന്നും ഇല്ലാതെ UK-ലേക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ UK ഇല്ലെങ്കിൽ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒന്നല്ല ഒരുപാട് ലഡ്ഡുകൾ പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിദേശകാര്യമന്ത്രി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ ജയശങ്കർ ഇന്നലെ പ്രീതി പട്ടേലായിട്ട് ഒരു ലാൻഡ് ബ്രേക്കിംഗ് എഗ്രിമെന്റ് സഹായമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടും ഒരുപാട് കുട്ടികൾ ഇവിടെ ചാടുന്നവരിവിടെ ഉണ്ട്. അപ്പൊ ഇനി ചാടണ്ട, നിക്കണ്ട, ഓടണ്ട, എല്ലാവർക്കും തന്നെ 2 വർഷത്തെ കേട്ടിട്ട് പോവാം. മനസ്സൊക്കെ ഒന്ന് കുളിർമ. കാരണം ഇന്ത്യ, നമ്മുടെ UK മലയാളികളുടെ അടുത്തൊരു ഗൾഫ്, ഇല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു അടുത്തൊരു ഗൾഫായിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ വേണ്ടേ? അതേപോലെ UK-യില് റിലേറ്റീവ്സിന് ഇതേപോലെ നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അച്ഛന്മാരെ. പിന്നെ ഇത് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ അതിലൂടെ എത്തിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒപ്പം എത്തിയിട്ടുള്ള എന്നെ പോലുള്ള ഡിപ്പെൻഡൻസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വിഷ്വലായതൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചാമാരെ ഒരു അടിപൊളി പൊളപ്പൻ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി അപ്ഡേറ്റ് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് UK-ലേക്ക് 2 വർഷത്തെ വർക്ക് പെർമിറ്റ്, എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പോ മറ്റൊന്നും ഇല്ലാതെ UK-ലേക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതിനു മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ ജയശങ്കറിനെ കൈകൂപ്പി ഒന്ന് തൊഴുതുന്നു. അതേപോലെ തന്നെ പ്രീതി പട്ടേലിന് എൻ്റെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഡീല് ഇന്ത്യയായിട്ട് സൈൻ ചെയ്തതിന്. അപ്പോൾ ഡീൽ എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. മച്ചാമാരെ, UK ഒരു അടുത്തൊരു ഗൾഫായിട്ട് മാറുകയാണ് മലയാളികൾക്ക് വേണ്ടി. കാരണം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നത് പിന്നെ നമുക്ക് ഏകദേശം ഇവിടെ 53,000 സംതിങ് സ്റ്റുഡൻസ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇത് വളരെയധികം യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് എൻ്റെ മൊബൈലിലെല്ലാം എനിക്ക് ഈ ലിങ്കുകളെല്ലാം പലരും ഷെയർ ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഞാൻ അധികം ഗ്രൂപ്പിലൊന്നും കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ 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 ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ UK ഇല്ലെങ്കിൽ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒന്നല്ല ഒരുപാട് ലഡ്ഡുകൾ പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മോദി ഗവൺമെന്റിന്റെ വിദേശകാര്യമന്ത്രി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ ജയശങ്കർ ഇന്നലെ പ്രീതി പട്ടേലായിട്ട് ഒരു ലാൻഡ് ബ്രേക്കിംഗ് എഗ്രിമെന്റ് സൈൻ ചെയ്തായിരുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ലേ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു എഗ്രിമെന്റ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഈ എഗ്രിമെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ അപ്ഡേറ്റിനകത്ത് കിട്ടിയിട്ടില്ല. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് വരും. കാരണം ഒരുപാട് പേർക്ക് സഹായമുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടും ഒരുപാട് കുട്ടികൾ ഇവിടെ ചാടുന്നവരിവിടെ ഉണ്ട്. അപ്പൊ ഇനി ചാടണ്ട, നിക്കണ്ട, ഓടണ്ട, എല്ലാവർക്കും തന്നെ 2 വർഷത്തെ വർക്ക് പെർമിറ്റ്. മാത്രമല്ല ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ളവർക്കും ഇവിടെ പണ്ടത്തെ കാലത്തെ വെച്ചിട്ട് ഇവിടെ സെറ്റിൽ ആവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞൊരു കാര്യമാണ്, ഇല്ലെങ്കിൽ അറിയുന്നൊരു കാര്യമാണ്. ആരും ഇവിടെ UK-യിൽ എത്തിയിട്ട് ഏത് മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാലും തലയിൽ കൈവയ്ക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ലാൻഡ് ബ്രേക്കിംഗ് കരാർ കൊണ്ട് തന്നെ ഹിന്ദിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എംപ്ലോയറുടെ സഹായം ഇല്ലാതെ തന്നെ, ഇല്ലെങ്കിൽ ഒരു എംപ്ലോയറിന് ഈസി ആയിട്ട് വലിയ മുതൽമുടക്കില്ലാതെ തന്നെ ഹയർ ചെയ്യാനായിട്ട് ആവും. അതും പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൂടെ തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടാവും. അതിനും ഈ കരാർ വളരെ ഉപയോഗപ്പെടും. നമുക്ക് ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് പോവാം. മനസ്സൊക്കെ ഒന്ന് കുളിർമ. കാരണം ഇന്ത്യ, നമ്മുടെ UK മലയാളികളുടെ അടുത്തൊരു ഗൾഫ്, ഇല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു അടുത്തൊരു ഗൾഫായിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ വേണം. നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2017 ശേഷം
UK-യും ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം വളരെയധികം ദൃഢമായിട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് UK വളരെയധികം കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. കാരണം പണ്ട് ഇവിടെ PSW ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഏകദേശം ഇവിടെ കുട്ടികൾ കൂടുതലും പഠിക്കാനായിട്ട് വരുന്നത്. 54,000-53,000 ആൾക്കാരൊക്കെയാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നിട്ട് ഇപ്പോൾ UK-യിലൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് PSW എല്ലാം റീലോഞ്ച് ചെയ്തു. കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഉപയോഗപ്പെടണം, ഇത്രയും പൈസകൾ മുടക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രീതി പട്ടേലും നമ്മുടെ സുബ്രഹ്മണ്യ ജയശങ്കറും എല്ലാവരും കൈകൊടുത്തിട്ടാവാലോ. എല്ലാവർക്കും ഇന്ത്യക്കാരൻ്റെ ഒരു ചായ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാവാം എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, അതിനുശേഷം ഇന്ത്യക്ക് വളരെയധികം ഫേവറുകൾ UK ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PSWയുടെ കാര്യത്തിലാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ ഈ ലാൻഡ് ബ്രേക്കിംഗ് കരാറുകൾ കൊണ്ടിട്ടും മറ്റു തരത്തിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ കോവിഡിന്റെ സിറ്റുവേഷൻ അടക്കം ഇന്ത്യനെ റെഡ് ലിസ്റ്റ് ആക്കിയത് ഇപ്പോഴാണ്. അപ്പോൾ അതിന് മുമ്പ് വരെയൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അവിടെ നിന്ന് എയർ ബബിൾ സിസ്റ്റവും മറ്റ് സിസ്റ്റങ്ങളെല്ലാം അവർ ഇംപ്ലിമെന്റ് ചെയ്ത് മാക്സിമം ഇന്ത്യനെ ബൂസ്റ്റ് ചെയ്യുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് UK-യിൽ ഒന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു എഗ്രിമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK-യുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഒരു നാഴികക്കല്ലായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെവലപ്ഡ് കൺട്രിയിൽ നിന്നെല്ലാം ഈ UK-യിലേക്ക് വരാനോ ഇല്ലെങ്കിൽ ഇവിടുന്ന് UK-യിലേക്ക് പോവാ, ഇവിടുന്ന് മറ്റാ US പോലുള്ള കൺട്രി, കാനഡ പോലുള്ള കൺട്രിയിലേക്ക് പോകാനായിട്ട് ഒരു തരത്തിലുള്ള വിസയുടെ ക്രൈറ്റീരിയ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നിരന്തരമായിട്ട് മലയാളികൾ വർക്ക് പെർമിറ്റിനായിട്ടും ഇല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കായിട്ടും പല ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ വെച്ച് വിസ വിട്ട് പൊട്ടുന്നതാണ്. കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വിസ ഫയൽ ചെയ്യുന്നത് നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ വിസ ഫയൽ ചെയ്യുന്നത് നമുക്കറിയാം. കാരണം നമ്മൾ ഇവിടേക്ക് സ്റ്റുഡന്റ് വിസ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂറോപ്പിലേക്ക് പല ഷെങ്കൻ വിസകളും അതേപോലെ തന്നെ മറ്റ് കൺട്രീസിലേക്ക് എല്ലാ പിള്ളേർക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിസയിൽ പോകാനായിട്ട് വിസ ഫയൽ ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടാണ് കിട്ടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഇങ്ങനെ ഒരു ഡീല് വെക്കുക. ഇതിനു മുമ്പ് UK ഹോങ്കോങ്ങിന്റെ കൂടെയും അതേപോലെ തന്നെ US-ന്റെ കൂടെയും ഇല്ലെങ്കിൽ കാനഡയുടെ അങ്ങനെയുള്ള കൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സ്കീം അവര് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് അത് നമ്മൾ പ്രീതി പട്ടേലും സുബ്രഹ്മണ്യ ജയശങ്കറും രണ്ടുപേരും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് തന്നിരിക്കുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു ന്യൂസ്. രാവിലെ തന്നെ കേട്ടപ്പോൾ തന്നെ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ത്വര അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഞാൻ ഒട്ടും മടിച്ചില്ല, വീഡിയോ ചെയ്തു. ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്, ബാക്കിയും കൂടി നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസൾട്ടൻസി ഫീൽഡിൽ നമ്മൾ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ, നമ്മൾ മറ്റു കൺട്രീസിലേക്ക് വിസ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വിസ മറ്റു കൺട്രിയിലൊക്കെ ഫയൽ ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ നിന്ന് വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപാട് ആ പേപ്പർ ഈ പേപ്പർ മറ്റേ പേപ്പർ എന്നുള്ള ഒരു പേപ്പറിന്റെ ചാകര തന്നെയായിരിക്കും. പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജാക്ക് പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇനി നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ വലിയ നൂലാമാലകളൊന്നുമില്ല. നമ്മൾ മറ്റേ കൺട്രിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പോലെ തന്നെ 2 ഇയർ വർക്ക് പെർമിറ്റിനായിട്ട് നമുക്ക് മച്ചാന്മാരെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പ് ഒന്നും ആവശ്യമില്ല. ഇല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവുക എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങോട്ട് വരാം. അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം. നമ്മുടെ ഗൾഫ് ആവാൻ പോകുന്ന കേസ് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എൻ്റെ ഒരു ആലോചനയിൽ ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയിരിക്കും, ഒന്ന് പൊളിച്ചേനെ ആണ് എൻ്റെ മനസ്സിൽ. അതിന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ തേടുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഗൾഫിലൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അതേപോലെ UK-യിലെ റിലേറ്റീവ്സിന് ഇതേപോലെ നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു വ്യക്തത വന്നിട്ടില്ല, അങ്ങനെ ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാൻ പറ്റിയ ക്രൈറ്റീരിയ, 18 തൊട്ട് 30 വയസ്സുള്ള ആൾക്കാർക്ക്
യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാമിലൂടെ 2 ഇയേഴ്സിനായിട്ട് UK വരാം വിത്തൗട്ട് വർക്ക് പെർമിറ്റ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ലാംഗ്വേജിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു IELTSO കാര്യങ്ങളും എഴുതാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഒന്നും IELTS എടുക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് ഒക്കൂടെ? എൻ്റെ മച്ചാന്മാരെ അവിടെ എക്സ്പ്രസ് എൻട്രി എഴുതി അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിൽ ഇട്ട് ഇപ്പൊ വരും എന്നിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ എക്സ്പ്രസ് എൻട്രി ഒന്നുമില്ല. ഇവിടെ സുഖമായിട്ട് കയറി വരാം. ഒരു ലാംഗ്വേജ് മാത്രം മതി. അതിപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഓഫേഴ്സ് ഈ കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലും ഉണ്ട്. പക്ഷേ അവിടെ IELTS വേണം, പിന്നെ ജോബ് ഓഫർ നിർബന്ധമായിട്ട് വേണം. ജോബ് ഓഫറിനാണ് ഈ പോയിന്റുകൾ. അപ്പോൾ ഇവിടെ ജോബ് ഓഫർ വേണ്ട, ലാംഗ്വേജ് മാത്രം മതി. അപ്പോൾ അതാണ് എന്തായാലും അച്ഛന്മാരെ. പിന്നെ ഇത് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ അതിലൂടെ എത്തിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒപ്പം എത്തിയിട്ടുള്ള എന്നെ പോലുള്ള ഡിപ്പെൻഡൻസിനും ഇത് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സ്കീമായി മാറും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ മീൻസ് സത്യം പറയുവാണെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ ക്രാക്ക് ചെയ്യാന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ജോലിയിൽ ആരെങ്കിലൊക്കെ കുറച്ച് നാൾ ഇവിടെ നിർത്തുവാണെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റുഡൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി 2 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം 26,500 പൗണ്ടിന് മേലെ നിങ്ങൾ സ്റ്റുഡൻസിനില്ല, മറ്റുള്ളവർക്ക്. അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ അപ്ഡേറ്റ്സും കൊണ്ടിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ അപ്ഡേറ്റ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ ലഡ്ഡുകൾ തൂക്കി വെച്ചിട്ടുണ്ട് പൊട്ടാനായിട്ട്. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ അതും കൂടെ പൊട്ടും. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ എന്തായാലും അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യ ജയശങ്കറിനും നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിനും അതേപോലെ തന്നെ പ്രീതി പട്ടേലിനും 2 ഗവൺമെന്റിനും എൻ്റെ സൈഡിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കാരണം ഇതേപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം 2 കൈ നീട്ടിയും സ്വീകരിക്കേണ്ടതാണ്. മാക്സിമം ആൾക്കാർ കണ്ട് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പലരും സ്റ്റുഡന്റ് വിസയിൽ വന്ന് ചാടുന്നവരുണ്ട്. അങ്ങനെ ചാടുന്നവരെയും കൂടി സഹായിക്കാൻ പറ്റുന്ന, കാരണം 2 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടി അതിനകത്ത് നിങ്ങൾക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരു 26,500 പൗണ്ടിന് മേലെ സാലറി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലേക്ക് പോവാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കും വേണ്ടേ ഇങ്ങനെയുള്ളൊരു സംഭവം. മറ്റുള്ളവരെ മാത്രം കണ്ട് കൊതിച്ചിരിക്കാൻ പറ്റിയ കാലം മറന്നു. ഇനി നമ്മളും മുന്നേറണം. ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.